വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ സീഖോ എന്ന പാഠത്തിൻ്റെ എക്സസൈസാണ്. ടെക്സ്റ്റിലെ 2ാമത്തെ പേജ്. നമുക്ക് ആ പേജിലേക്കൊന്ന് പോയാലോ. ആപ്കോ ഇസ് ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണാൻ പറ്റുന്നത് എന്നാ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഉത്തരം ഇതാണ്. इस चित्र में पेड़ पक्षी, फल फूल, पत्थर पहाड़, नदी सूरज आदि दिखाई दे रहा है. ഒരിക്കൽ കൂടി പറയാമേ. ഇസ് ചിത്ര മേ പേട് പക്ഷി, ഫൽ ഫൂൽ, പഹാഡ് പത്ഥർ, നദി സൂരജ് ആദി ദിഖായി ദേ രഹാ ഹേ. നമുക്ക് 3ാമത്തെ ചോദ്യം വായിക്കാം. उगते हुए सूरज को देखकर आपके मन में किस प्रकार के भाव आता है. ഉദിച്ചു വരുന്ന സൂര്യനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്താണ്? ഉത്തരം നോക്കാമേ. ഏതാണ് ഉത്തരം? ഉഗ്തേ ഹുവേ സൂരജ് കോ ദേഖ്കർ മേരെ മൻ മേ ഏക് നയേ ശുരുവത് കാ ഭാവ് ആതാ ഹേ. ഒന്നുകൂടെ പറയാം. उगते हुए सूरज को देखकर मेरे मन में एक नए शुरुआत की भाव आता है. അതാ ഉത്തരം കേട്ടോ. 4ാമത്തെ ചോദ്യം വായിക്കാം. രംഗ് ബിരംഗോ ഫൂലോं को देखकर आपको कैसा लगता है. നല്ല നിറമുള്ള പൂക്കളെ കാണുമ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? आपको कैसा लगता है. അതിൻ്റെ ഉത്തരം ഇതാണ്. हमें बहुत अच्छा लगता है और मन खुश हो जाता है. വളരെ നല്ലതായിട്ട് തോന്നും, മനസ്സ് വളരെ സന്തോഷമായിരിക്കും. അതാ കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. കണ്ടു, ഒരു വശത്ത് പടങ്ങൾ തന്നിട്ടുണ്ട്, മറുവശത്ത് വിവരിച്ചിട്ടുണ്ട്. അത് തമ്മിൽ ചേർത്ത് എഴുതുക വേണ്ടത്. കിസ് സേ ക്യാ സീഖോ. ആരിൽ നിന്ന് എന്ത് പഠിച്ചു. മിലാൻ കീജിയെ ചേർത്ത് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടോ, സൂര്യൻ. സൂര്യനിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് നോക്കണം. ജഗന ഓർ ജഗാനയാണ് സൂര്യൻ എന്ന് പഠിക്കുന്നത്. അത് 3ാമത് എഴുതിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? സൂര്യൻ എന്നുള്ളതിൻ്റെ അവിടെ നിന്നൊരു വര ജഗന ഓർ ജഗാനയിലേക്ക് വരച്ചു കൊടുക്കുക. മനസ്സിലായോ? സൂര്യനിൽ നിന്നും ഒരു വര ജഗന ഓർ ജഗാനയിലേക്ക് വരച്ച് ചേർക്കുക. പിന്നീടോ അടുത്തത് ഫൂൽ. ഫൂലോംസെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഹസന സീഖോന. അപ്പോൾ അത് പൂക്കളിൽ നിന്നും 1ാമത്തെ എഴുത്തിലേക്ക് വേണം. ഹസനായിലേക്ക് ഒരു വര വരയ്ക്കണം. അപ്പോൾ നമ്മളെ ചേർത്ത് വയ്ക്കണം. 3ാമത്തേത് ദീപക് സേ സീഖോ ജിത്തന ഹോ സകേ അന്ധേര ഹർണ. അപ്പോൾ ദീപക്കിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ദീപത്തിൽ നിന്നും അന്ധേര ദൂർ കർണയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദീപത്തിൻ്റെ അടുക്കൽ നിന്നും താഴേക്ക് ചിരിച്ചൊരു അന്ധേര ദൂർ കർണയിലേക്ക് ഒരു വര വരയ്ക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും വെളിച്ചം അന്ധേര ദൂർ കർത്താഹേ എന്ന്. പിന്നെ അടുത്തത് എന്താണ്? അടുത്തതൊരു തേനീച്ചയാണ്. ഫൗരോം സേ നിത് ഗാന എന്നാണ് പോയത്തിൽ പറയുന്നത്. അപ്പം ഫൗരോം സേ എന്ന് നമ്മൾ പഠിക്കുന്നത് നിത് ഗാന. അപ്പോൾ തേനീച്ചയിൽ നിന്നും ഗീത് ഗാനയിലേക്ക് ഒരു വര വരയ്ക്കണം. മനസ്സിലായോ? അത് തമ്മിൽ ചേർത്ത് വയ്ക്കണം. അടുത്തതൊരു മരമാണ് കാണിക്കുന്നില്ലേ. പേടോം സേ നമ്മൾ പഠിക്കുന്ന ശീഷ് ചുക്കാനയാണ്. അപ്പോൾ മരത്തിൻ്റെ അവിടെ നിന്ന് ശീഷ് ചുക്കാനയിലേക്ക് വരച്ച് ചേർക്കണം. ഏറ്റവും താഴെ ഒരു നദിയാണ് കാണിക്കുന്നല്ലേ, ഒരു അരുവി ഒഴുകുന്നത്. അതിൽ നിന്ന് മുകളിൽ 2ാമത്തേതാണ് ജീവൻ മേ സദൈവ് ആകെ ബഡന. അതാണ് നമ്മൾ നദിയിൽ നിന്ന് പഠിക്കുന്നത്. അത് വരച്ച് ചേർക്കുക വേണ്ടത് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.